ശബരിമല കേസിൽ പുതിയ വഴിത്തിരിവിലേക്കൊക്കെ പോവുകയാണ്. ഇന്ന് വാസുവിന്റെയും മുരാരി ബാബുവിന്റെ പോറ്റിയുടെയും ഒക്കെ ജാമ്യാപേക്ഷ കോടതി തള്ളിയിട്ടുണ്ട്. ഇപ്പോ കോടതി എല്ലാ രേഖകളും ഇ ഡിക്ക് കൈമാറാനാണ് വിജിലൻസ് കോടതി പറഞ്ഞിരിക്കുന്നത്. ഇനി അന്വേഷണം ഇ ഡിക്കാണ്. ഇ ഡി വരുമ്പോൾ സ്വർണ്ണക്കൊള്ള തെളിയുമോ? അങ്ങനെയാണെങ്കിൽ സർക്കാർ പറയുന്നത് സാമ്പത്തിക കള്ളപ്പണ ഇടപാട് മാത്രം അന്വേഷിച്ചാൽ മതി, മറ്റൊന്നും ഇ ഡി അന്വേഷിക്കേണ്ട എന്നുള്ളതാണ് സർക്കാർ വയ്ക്കുന്ന നിബന്ധന. അങ്ങനെ സർക്കാർ വയ്ക്കുന്ന നിബന്ധനയിലൊക്കെ മാത്രം ഇ ഡി ഒതുങ്ങുമോ? അല്ല, സർക്കാരിന് ഇ ഡിക്ക് അന്വേഷിക്കുന്ന സാമ്പത്തിക ക്രമക്കേടെ അന്വേഷിക്കാൻ പറ്റത്തുള്ളൂ. എന്നാളി ഹൈക്കോടതിയും അല്ലെങ്കിൽ സുപ്രീം കോടതിയും ഒക്കെ അങ്ങ് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അങ്ങനെ സാമ്പത്തിക ക്രമക്കേട് അന്വേഷിക്കുമ്പോൾ ഇ ഡിക്ക് ശുപാർശ ചെയ്യാം. അതിനകത്ത് വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, കടൽ കടന്നിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഞങ്ങൾക്കിത് അന്വേഷിക്കാൻ പറ്റത്തില്ല, അതിന് വേണ്ട ഏജൻസി NIA അല്ലെങ്കിൽ CBIക്കോ വേണ്ടി ഇ ഡിക്ക് ശുപാർശ ചെയ്യാം. അപ്പം ഇ ഡിക്ക് ശുപാർശ ചെയ്യാൻ പറ്റും. സാമ്പത്തിക ക്രമക്കേട് ആണ് ഇ ഡിക്ക് അന്വേഷിക്കാൻ പറ്റുന്നത്. അപ്പോൾ സാമ്പത്തിക ക്രമക്കേട് ഉണ്ടാകണമെങ്കിൽ ഈ പറയുന്ന വലിയ വലിപ്പത്തിൽ അതിനകത്ത് കാര്യങ്ങൾ നടന്നിട്ടുണ്ടാവണമല്ലോ. അപ്പം ഇവരിപ്പോൾ വ്യക്തത വരുത്തി പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ കണ്ടിട്ടുണ്ട്, ഈ പറയുന്ന 1-1.5 കിലോ സ്വർണത്തിൻ്റെ കാര്യമാണെങ്കിൽ അതിൻ്റെ പൈസ അങ്ങോട്ടോ ഇങ്ങോട്ടോ പോയിട്ടുള്ള കാര്യം ഇവിടുത്തെ അന്വേഷണ ഏജൻസിക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നേരായ മാർഗമല്ലാതെയും, അല്ലെങ്കിൽ നേരായ മാർഗം അല്ലല്ലോ, മോട്ടിച്ച സാധനമാണല്ലോ, നേരായ മാർഗം അല്ലെങ്കിൽ അവിടെ നിൽക്കും. പക്ഷേ അതിനപ്പുറം നമ്മൾ എല്ലാവരും സംശയിക്കുന്നത് പോലെ കോടതി സംശയിക്കുക. വിജിലൻസ് കോടതി അതുകൊണ്ടായിരിക്കും ഇത് കൊടുത്തത്. ആര് പറഞ്ഞതൊക്കെയും ഗവൺമെൻറ് പറഞ്ഞതൊക്കെ ഞങ്ങൾ ഇ ഡിക്ക് കൊടുക്കുന്നു. ഇ ഡി ആവശ്യപ്പെട്ടല്ലേ, രേഖകൾ ആവശ്യപ്പെട്ടായിരുന്നു. ഇങ്ങനത്തെ സംശയം വരുമ്പോൾ അത്തരത്തിൽ അന്വേഷിക്കുന്നതിന് ഇ ഡി തയ്യാറാവും. അങ്ങനെ കേസ് സ്വമേധയൊക്കെ എടുക്കാറുണ്ട്. അങ്ങനെയാണെങ്കിലേ ഈ സാമ്പത്തിക ക്രമക്കേട് അന്വേഷിക്കണമെന്നല്ലേ ഇപ്പോൾ വിജിലൻസ് സർക്കാർ പറയുന്നത്? അങ്ങനെയാണെങ്കിൽ സാമ്പത്തിക ക്രമക്കേട് അന്വേഷിക്കാനല്ലേ കോടതി CPM പറയുന്നത്? സർക്കാർ പറയുന്നത് സാമ്പത്തിക ക്രമക്കേട് നിങ്ങൾ അന്വേഷിച്ചു, ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ലാന്ന്. ഈ സാമ്പത്തിക ക്രമക്കേട് ഉണ്ട് എന്ന് പറഞ്ഞത് രമേശ് ചെന്നിത്തലയാണ്. 500 കോടിയുടെ സാമ്പത്തിക ഇടപാട് ശബരിമലയിൽ നടന്നിട്ടുണ്ട് എന്ന് പറഞ്ഞത് രമേശ് ചെന്നിത്തലയാണ്. അങ്ങനെയാണെങ്കിൽ ഇ ഡി വരുമ്പോൾ സാമ്പത്തിക ക്രമക്കേടിൽ അന്വേഷണം എത്തി നിൽക്കുന്നത് സോണിയാഗാന്ധിയിലും വാദ്രയിലും പ്രിയങ്ക ഗാന്ധിയിലും നെഹ്റു കുടുംബത്തിലും ഒക്കെ ആയിരിക്കില്ലേ? അല്ല, അതിപ്പോൾ അന്വേഷിക്കണമെങ്കിൽ ഇ ഡിക്ക് അന്വേഷിക്കാൻ പറ്റത്തില്ലല്ലോ. ഇ ഡി അത് അന്വേഷിക്കുമ്പോൾ ഈ പറയുന്ന സാമ്പത്തിക ക്രമക്കേടിൻ്റെ സ്രോതസ്സുകൾ, ഇപ്പം സാമ്പത്തിക ക്രമക്കേട് ഇ ഡി ഡീറ്റെയിൽ ആയിട്ട് അന്വേഷിക്കും. ഇ ഡിക്ക് ഒരു പ്രശ്നമുണ്ട്. ഇ ഡിക്ക് പ്രത്യേക അധികാരം കൊടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു കേസിനകത്ത് ഒരാളെ അറസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ്, സാധാരണ കേസ് ഇപ്പം സന്ധ്യ ചെയ്ത പോലെ ദിലീപിനെതിരെ സാറേ കേസുണ്ട് കേട്ടോ, അയാളെ അറസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞിട്ട് തെളിവുണ്ടാക്കാൻ നടക്കുമല്ലോ. തെളിവുണ്ടാക്കിയിട്ട് അറസ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ ഇ ഡിക്ക്. അപ്പം അങ്ങനെ തെളിവുണ്ടാക്കുമ്പോൾ ഇവർ ഓരോ ഹെഡിലേക്ക് പോകുമ്പോൾ ഇതിനകത്ത് സോണിയാഗാന്ധി ഉണ്ടെങ്കിലും രാഹുൽ ഗാന്ധിയുടെ അളിയനുണ്ടെങ്കിലും ഒക്കെ അതിനകത്ത് കണ്ടുപിടിക്കുമ്പോൾ അവർ പറയും ഇന്നതുപോലെ ഇതിനകത്ത് സാമ്പത്തിക ക്രമക്കേടിനകത്ത് ഇന്നാളൊക്കെ ബന്ധപ്പെട്ടിട്ടുണ്ട്, അത് ഈ പറയുന്ന രാജ്യാന്തര കുറ്റമാണ് അല്ലെങ്കിൽ കടൽ കടത്തിയിട്ടുള്ളതാണ്, അത് എന്നെ അന്വേഷിക്കേണ്ടി വരുമെന്ന് പറഞ്ഞിട്ട് അതിനകത്ത് കൊണ്ടുവരാം. അത് ഇവരതിനകത്ത് ശുപാർശ ചെയ്യാൻ പറ്റും. മനസ്സിലാവുന്നുണ്ട്. ഇപ്പം രമേശ് ചെന്നിത്തല കൊണ്ടുവന്നൊന്നും അല്ലല്ലോ. രമേശ് ചെന്നിത്തല പറയുന്നു ഇതുപോലെ കഴിഞ്ഞ ദിവസം മൊഴി കൊടുക്കുന്നു, ഒരു വ്യവസായി കൂടെ കൂടുന്നു, 2017-18 ഇതുപോലെ 500 കോടി രൂപയുടെ ഇടപാട് അവിടെ നടന്നിട്ടുണ്ട്, ശബരിമലയിലെ നിങ്ങളുടെ കൈവല്ല ഇരിപ്പുണ്ടോ, അല്ലെങ്കിൽ ഇതിനകത്ത് ഞങ്ങൾ ഈ ശബരിമലയിലെ സാധനങ്ങൾ എടുക്കുന്നുണ്ട്, അതിനകത്ത് കച്ചവടം നടക്കുന്നുണ്ട്, നിങ്ങൾക്കത് വേണോ? ഇദ്ദേഹം ആൻറ്റിക് ബിസിനസ്സിൻ്റെ ആളാണ്. ആ ബന്ധപ്പെട്ട കാര്യം വ്യക്തത വരുത്തി പറഞ്ഞെന്നാണ് പറയുന്നത്. അതിനകത്ത് നമ്മൾ നോക്കുമ്പം ഇതിനകത്ത് ഇപ്പം ഈ കേസിൻ്റെ നമ്മൾ പലവട്ടം പറഞ്ഞതുപോലെ, സാർ ഉൾപ്പെടെ ഞാൻ ഉൾപ്പെടെ പലവട്ടം പറഞ്ഞതുപോലെ നമ്മൾ ഈ കേസിനകത്ത് വലിയ ഒരു നിഗൂഢതയും അല്ലെങ്കിൽ അതിനകത്ത് ആൾക്കാരെ പിടിക്കുമെന്നും അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ കടൽ കടത്തിയിട്ടുണ്ടെങ്കിൽ, അതാണല്ലോ പോറ്റി ഈ കോടതി പറഞ്ഞത്, ഇതുപോലെ കടൽ കടത്തിയിട്ടുണ്ടോ നിങ്ങൾ അന്വേഷിക്കണം. കോടതിക്ക് ഇത് മൊത്തം അറിയാം സാറേ, കോടതിക്ക് ഇത് മൊത്തം അറിയാമെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? കോടതിക്ക് ഒരു കാര്യം വ്യക്തത വരുത്തണമെങ്കിൽ തെളിവുകൾ വേണ്ടേ? അതിനായി ഒരു പരാതി വന്നപ്പോൾ അന്വേഷണ കമ്മീഷനെ വെച്ചത്, എന്നിട്ട് ആദ്യമേ കൊടുത്തായിരുന്നു അവർ. നമ്മൾ പലവട്ടം പറഞ്ഞിട്ടുള്ള ഇത്രയും പേരെ വെച്ച് അന്വേഷണം, ഇത്രയും പേരെ വെച്ച് അങ്ങ് അന്വേഷിച്ച് നിർത്തിയേക്കുക. അതിനപ്പുറത്തോട്ട് പോയിട്ടില്ല അന്വേഷണ സംഘം. SIT അന്വേഷണ സംഘം ശ്രദ്ധിക്കേണ്ട കാര്യം, അതിനപ്പുറത്തോട്ട് പോകുന്നില്ല. ഇവർ പറഞ്ഞ അത്രയും പേരെ ഞങ്ങൾ അന്വേഷിച്ചോ, ശരി, ഓക്കെ. എന്നിട്ട് തന്ത്രിയും മന്ത്രിയും എന്തി തന്ത്രിയും പോറ്റിയും എന്തേ? തന്ത്രി ഇതുപോലെ പൂജയുടെ കാര്യം വരുമ്പോൾ ഇങ്ങനെ സത്യസന്ധമായിട്ട് കാര്യം പറഞ്ഞാൽ, പൂജയുടെ കാര്യം പറയുമ്പോൾ ഞാൻ സ്വർണ്ണ പാളി ചെമ്പാണെന്ന് വന്നു, ഞാനത് കീഴിൽ ഒപ്പിട്ടു, അത് പുള്ളി, എന്നിട്ട് ഞാൻ അവിടെ പൂയിക്കാൻ പോയി, എവിടെ ഈ സ്വർണം കൊണ്ടുപോയതിനടുത്ത് പൂയിക്കാൻ പോയി, അത് ഞങ്ങളുടെ ജോലിയാണ്. ജയറാമിൻ്റെ വീട്ടിൽ ഇത് കൊണ്ടുവച്ച് പൂയിച്ചു, അത് ഞങ്ങൾ ചോദിച്ചതാണ്, വഴി കൂടെ ഞാൻ ഇടപെട്ട ഒരു കാര്യം. EDയുടെ പോയിന്റ് ചെയ്യുന്ന ഒരു കാര്യം കൂടെ പറയട്ടെ. ഈ കേസിൽ നമ്മൾ ആദ്യം തന്നെ കേട്ട ഒരു കാര്യം, അത് നമ്മൾ മറന്നു പോകുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ആൾക്ക് 5 പൈസയുടെ വരുമാനമില്ലെന്ന് ആര് പറഞ്ഞിരിക്കുന്നു? ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ്. എന്നിട്ട് SIT അന്വേഷിച്ചപ്പോൾ കണ്ടെത്തിയ തെളിവുകൾ എന്തൊക്കെയാണ്?
അയാൾ വൻതോതിൽ ബിനാമി ഇടപാടുകൾ നടത്തിയിട്ടുണ്ട്, വസ്തു കൈമാറ്റം നടത്തിയിട്ടുണ്ട്. ബാംഗ്ലൂർ അയാൾക്ക് മല്ലേശ്വരത്ത്, ബംഗളൂരുവിൽ തന്നെ മല്ലേശ്വരത്ത് സ്വന്തമായിട്ട് ഫ്ലാറ്റ് ഉണ്ട്. അതുകൂടാതെ ഇയാൾക്ക് ഈ തിരുവനന്തപുരത്ത് വെഞ്ഞാറമ്മൂടിനടുത്ത് പല സ്ഥലങ്ങളിൽ അദ്ദേഹത്തിന് വസ്തു ഏർപ്പാടുകളുണ്ട്. എന്ന് മാത്രമല്ല, PS പ്രശാന്തിൻ്റെ വീടിൻ്റെ പാലുകാച്ചിന് ഏണിക്കരയിൽ ഇയാൾ പോയിട്ടുണ്ട്. അതുപോലെ മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ പലവട്ടം ഇദ്ദേഹത്തിനെ വന്ന് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതെന്തോ കാണാൻ വന്നിരിക്കുന്ന 5 പൈസയുടെ വരുമാനമില്ലാത്ത ആരനെ കാണാൻ ഇവരെല്ലാം ഇവിടെ വരുമെന്നാണോ? അപ്പോ അതെ. എന്നിട്ട് ഇയാൾ ദുബൈയിൽ പോയിട്ടുണ്ട്. ഇയാൾ 5 പൈസ വരുമാനമില്ലാത്ത എങ്ങനെ ദുബൈയിൽ പോകുന്നു? ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന അവിടുത്തെ ഒരു സ്റ്റാഫല്ല, ദേവസ്വം ബോർഡിലെ സ്റ്റാഫേ അല്ല, ആരോ അയാളെ സഹായിയായിട്ട് കൊണ്ടുവന്നതാണ്, അവിടെ പിണിയാളായിട്ട് കൊണ്ടുവന്നതാണ് അവിടെ, അല്ലേ? സ്റ്റാഫേ അല്ല. കീശാന്തി എന്ന് പറയുന്നത് ക്ലാസ് 4 ജീവനക്കാരനാണ്. ആ ക്ലാസ് 4കാരൻ്റെ താഴെയായിട്ട് എന്താ പരികർമ്മി, അല്ലേ? പരികർമ്മിയായിട്ട് അയാൾ നിയമിച്ചതാ, ഔദ്യോഗിക നിയമനമേ അല്ല. അയാൾ അവിടെ ഇത്രയും നാൾ വിലസി ദക്ഷിണകൾ വാങ്ങിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ പറയുന്ന ദ്വാരപാലക ഗ്രഹങ്ങളും മേൽപ്പാളിയും എല്ലാം കൊണ്ടുപോയിട്ട് അയാൾ കാണിച്ച് പ്രദർശിപ്പിച്ച് പണം വാങ്ങിച്ചിട്ടുണ്ട്, കൊടുത്തെന്നുള്ളതിന് ജയറാം പറഞ്ഞല്ലോ, തുകയുടെ കാര്യം അവിടെ കിട്ടെ. അപ്പോൾ ഇങ്ങനെ IT കാണിക്കുന്നത് അല്ല ശരി എന്ന് തെളിയിക്കേണ്ട EDയുടെ ചുമതലയാണ്. ബിനാമി ഏർപ്പാടുകൾ എന്ന് പറഞ്ഞാൽ ഫ്രോഡ്, ഫൈനാൻഷ്യൽ ഫ്രോഡ് എന്നാണ് അതിന് പറയുന്നത്. അത്തരം ഫ്രോഡുകൾ നടക്കുമ്പോഴാണ് EDയുടെ സാന്നിധ്യം വരുന്നത്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട വേറൊരു കാര്യമാണ് നമ്മളറിയണം. EDയാണ് കരുവന്നൂർ ബാങ്കിലെ കള്ളത്തരമെല്ലാം പുറത്തു കൊണ്ടുവന്ന് അവിടുന്ന് പണം കൊണ്ടുപോയതിനെ മുഴുവൻ വിളിച്ചു വരുത്തി പണം മുഴുവൻ EDയുടെ കയ്യിലെത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഗവൺമെൻറ്റിന് നാണക്കേടാണ് EDയുടെ നിന്ന് പണം വാങ്ങിച്ചിട്ട് നിക്ഷേപകരുടെ കയ്യിൽ കൊടുക്കാൻ. ആ ഒരു സൗന്ദര്യ പിണക്കത്തിൻ്റെ പേരിൽ മാത്രം അവിടെ എത്താത്തത്. അതുകൊണ്ട് ഇടിച്ചു പിഴിഞ്ഞ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഇടിച്ചു പിഴിഞ്ഞ് അവൻ കട്ടുവെച്ചിരിക്കുന്ന മുതൽ മുഴുവൻ കൊണ്ടുവരാൻ സമർത്ഥമായിട്ടുള്ളതും ഇടിതാണ്. അതുകൂടാതെ നിങ്ങൾ പറഞ്ഞ ഇത് രാജ്യാന്തര മാനങ്ങളുണ്ടെങ്കിൽ EDക്ക് തന്നെ അധികാരമില്ല. വിദേശത്ത് പോയി ഫെമ ഇതൊക്കെ ഇൻവോൾവ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ വരേണ്ടത് NIA വരണം, പിന്നെ വരേണ്ടത് CBI വരണം. വിദേശത്ത് പോയി അന്വേഷണം നടത്താൻ അവർക്ക് അധികാരമുണ്ട്. അവിടുത്തെ പോലീസിൻ്റെ സഹായം തേടണം. ആ തരത്തിൽ പോകേണ്ടി വരും. എന്ന് പറഞ്ഞാൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഏജൻസികൾക്ക് ഇതിനകത്ത് ഇടപെടേണ്ട സന്ദർശനം വരും. ഇപ്പോൾ അജിത് ഡോവൽ നോക്കിക്കൊണ്ടിരിക്കുക, കാര്യങ്ങൾ നിരീക്ഷിച്ച് വരിക, എന്താ ചെയ്യേണ്ടത് അദ്ദേഹം പറയും. അപ്പോൾ ED വന്നിരിക്കുന്നത് ഒരു അവസാനമല്ല, ഒരു തുടക്കം മാത്രമാണ്. കേന്ദ്രത്തിൻ്റെ ഇടപെടലിൻ്റെ തുടക്കം. വളരെ ജാഗ്രതയോടെ മാത്രമേ അവർ മുന്നോട്ട് പോവുകയുള്ളൂ. ഇതിനകത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ആൾ ഒരു കരു മാത്രമാണ്. സാറി പറഞ്ഞ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന 2007 തൊട്ട് അയാൾ അവിടെ ഉണ്ട്. അയാൾ വന്നിരിക്കുന്നതിനകത്ത് അയാൾക്ക് അവിടെ നിൽക്കാൻ സാധിച്ചതും അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട തിരുവായ്ക്ക് എതിരുവായില്ലെന്ന് പറയുന്ന ആളാരാണെന്നറിയോ? ഇതിനകത്ത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, ദേവസ്വം കമ്മീഷനും അല്ലെങ്കിൽ അതിനൊക്കെ അപ്പുറം അവിടെ ഈ ശബരിമല അമ്പലത്തിൻ്റെ അല്ലെങ്കിൽ കസ്റ്റോഡിയൻ തന്ത്രി അയാൾ ഇവിടെ നിർത്തിയിരുന്നത്. ഇയാൾക്കെതിരെ പല ആക്ഷേപമുണ്ട്. ഇയാൾക്കെതിരെയുള്ള ആക്ഷേപം ഏറ്റവും അവസാനം അറസ്റ്റിലായിരിക്കുന്ന അല്ലെങ്കിൽ CPMൻ്റെ പ്രധാനപ്പെട്ട നേതാവായിട്ടുള്ള പപ്പൻ പറഞ്ഞല്ലോ, ഉണ്ണികൃഷ്ണൻ പോറ്റി 2007 തൊട്ട് ഇവിടെ ഉണ്ട്. അയാൾ അന്നോട്ട് അഴിമതി നടത്തുന്നുണ്ട്. 18 പഠിക്കാത്തത് നടന്നതിനകത്ത് നിങ്ങൾ ഈ പറയുന്ന ആക്ഷേപങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. അവിടുന്ന് അന്നും പോകണ്ടാത്തതൊക്കെ ഈ പരിസരം വിട്ടു പോയിട്ടുണ്ട്. അതുപോലെ കൊടിമരത്തിൻ്റെ കാര്യത്തിനകത്ത് ഇതൊക്കെ സംഭവിച്ചിട്ടുണ്ട്. കൊടിമരത്തിന് നമുക്കറിയാമല്ലോ, വിഷയം വന്നപ്പം തന്ത്രി താണ്ടേ എന്ന് പറഞ്ഞുകൊണ്ട് വാഹനം എടുത്തുകൊണ്ട് തിരിച്ചു വന്നത്. അതായത് അതുവരെ കൊണ്ടുപോയിരുന്ന വാഹനം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഇരിക്കുമായിരുന്നു, വാജി വാഹനം എടുത്തുകൊണ്ട് വന്നത്. അപ്പോൾ ഇതിനകത്ത് അതുപോലെ തന്ത്രിക്ക് അവിടെ സ്പോൺസർമാർ വരും. സ്പോൺസർമാരെ അവിടെ ഓരോ കാര്യത്തിനും എടുക്കുന്നതിനും അല്ലെങ്കിൽ അവർ ഉപയോഗപ്പെടുത്തുന്നതിനും അവരെ അല്ലെങ്കിൽ ഇത്ര കിലോ സ്വർണം അല്ലെങ്കിൽ മറ്റു പല കാര്യം ഈ സ്പോൺസർമാരെ എന്തിനാണ് തന്ത്രിക്ക് പരിചയപ്പെടുത്തിക്കൊടുത്തു? ഈ സ്പോൺസർമാർ വന്നാലും അയാളുമായിട്ട് സംസാരിച്ചിട്ട് തന്ത്രിയുമായിട്ട് ബന്ധപ്പെടുത്തിക്കും. തന്ത്രിക്ക് എന്തോ തന്നെ സ്പോൺസർമാരുമായിട്ട് പരിചയം. അപ്പോൾ ഇതിനകത്ത് വലിയൊരു കച്ചവടവും കൊള്ളയൊക്കെ ഉണ്ട്. ചിലരെയൊക്കെ മറച്ചു പിടിക്കേണ്ടതായിട്ടുണ്ട്. ഇതൊക്കെ ഒരുപക്ഷെ ED വന്നാലും കേന്ദ്രം വന്നാലും ഇതിനകത്തെ വ്യാപകമായിട്ടുള്ള കൊള്ള അറിയാൻ പറ്റും. പലരും മിണ്ടാതിരിക്കുന്നത് എന്തുവാണ്? ഇപ്പം രമേശ് ചെന്നിത്തല ഇതിനകത്ത് വന്നത് എന്തിനാണ്? രമേശ് ചെന്നിത്തലയ്ക്ക് പറയാൻ സാധിക്കുന്നത് 500 കോടി രൂപയുടെ ബിസിനസ് നടക്കുന്നതും ഈ അല്ലെങ്കിൽ ആൻറ്റിക് ബിസിനസ് നടന്നിട്ടുള്ളതും വ്യവസായം മുൻനിർത്തി പറഞ്ഞിട്ടുള്ളതെന്ന് പറഞ്ഞാൽ രമേശ് ചെന്നിത്തലയ്ക്ക് കോൺഗ്രസിനകത്ത് ഇപ്പം കിട്ടുന്ന അല്ലെങ്കിൽ ഇപ്പം അദ്ദേഹത്തോട് ഉണ്ടാക്കി അല്ലെങ്കിൽ മാറ്റി നിർത്തിയിരിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഇതിനകത്ത് സോണിയാഗാന്ധി ഉണ്ടോ എന്ന് സംശയം ബലപ്പെടുകയല്ലേ? സോണിയാഗാന്ധി എങ്ങനെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഫാമിലിയുടെ കൂടെ നിൽക്കാൻ പറ്റുന്നത്? എന്തിനു നിൽക്കുന്നു അവർ പറയട്ടെ. ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ കോൺഗ്രസ്സുകാർ. പോറ്റിയെ കയറ്റി എന്നൊക്കെ പറയുന്നെങ്കിലും ഒന്നും കോൺഗ്രസ്സുകാരൻ പറയുന്നില്ലല്ലോ. എന്തിനാ LDF കൺവീനർ UDF കൺവീനർ അടവ് പ്രകാശിന്റെ കൂടെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി നിൽക്കുന്നത്? എന്താണ് അവർ തമ്മിലുള്ള ബന്ധം? എന്തിന് പത്തനംതിട്ട MP
യുടെ കൂടെ ഉണ്ണികൃഷ്ണൻ പോറ്റിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് കൊള്ള വ്യാപകമാണ്, രാജ്യവ്യാപകം. നമ്മൾ പറയത്തില്ലയോ ഓരോ കൊള്ളയും ആരും മോശമല്ല, ഇവിടുത്തെ കോൺഗ്രസ് മോശമല്ല, നിങ്ങൾ CPM പേരിലാണെന്ന് പറയാം, CPM മോശമല്ല, ആ കാര്യത്തിൽ BJP മോശമല്ല. കോളം കൊട്ടാരം വിറ്റപ്പം 40,000 കോടി രൂപയുടെ കോളം കൊട്ടാരം വിറ്റപ്പം ഇവരാരും മിണ്ടിയില്ലല്ലോ. 400 കോടി രൂപയ്ക്ക് ഇദ്ദേഹത്തിന് കൊടുത്തപ്പം ആരാ കൊടുത്തപ്പോൾ. അപ്പൊ ഇതിനകത്ത് ഈ കൊള്ളക്കകത്തും ഇപ്പം ഈ വായിക്കാത്തോട്ട് മയക്ക് കുത്തി കയറ്റിയ പോറ്റിയാണ്, അല്ല പോറ്റി ഞങ്ങൾക്ക് അറിയത്തില്ല എന്നൊക്കെ പ്രതിപക്ഷ നേതാവ് പറയുന്നതേ ഉള്ളൂ. ഇതിനകത്ത് വ്യാപകമായിട്ട് അന്വേഷണം പറ്റും. അതിനകത്ത് ED വന്നിട്ട് കൃത്യമായിട്ട് അന്വേഷിക്കാൻ പറ്റുമെങ്കിൽ അത് സ്വാഗതം. NIA അന്വേഷിക്കണമെങ്കിൽ അതും നല്ലത്, CBI അന്വേഷിക്കുന്നത് അത് നല്ലതാണ്. ശബരിമല കൊള്ള നിസ്സാര കൊള്ളയൊന്നുമല്ല. അത് ക്ലോസ് ചെയ്യാൻ വേണ്ടി ഇപ്പോഴത്തെ SIT സംഘം വളരെ കൃത്യമായിട്ട് ശ്രമിക്കുന്നുമുണ്ട്. അതിനുവേണ്ടി ഈ പപ്പനപ്പുറം പോകണ്ടെന്ന് അവർ തീരുമാനിച്ചിട്ടുണ്ട്. അതാണ് ഇപ്പോൾ അന്വേഷണത്തിനകത്തും നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ അതിനകത്ത് ആ അന്വേഷണം വിപുലമാകട്ടെ, അതിൻ്റെ ഗൂഢാലോചന വെളി വരട്ടെ, എന്തൊക്കെ ശബരിമലയിൽ നിന്ന് പോയിട്ടുണ്ടെന്ന് ഇതിൻ്റെ പരിധിയിൽ നിന്ന് അന്വേഷിച്ച് കൊണ്ടുവരട്ടെ. അത് നല്ല കാര്യം തന്നെ. അതെ.